ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളതും ശരിക്കുള്ള വൈറ്റ് വൈൻ്റെ രുചിയുള്ള വൈറ്റ് വൈൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വൈറ്റ് വൈൻ തയ്യാറാക്കാൻ ഏതെങ്കിലും നല്ല വെറൈറ്റി ഗ്രീൻ ഗ്രേപ്സ് അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ലൈറ്റ് കളറിലിരിക്കുന്ന ഗ്രേപ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് സീഡ്ലെസ് ആണെങ്കിലും സീഡ് ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല. 1/2 കിലോ ഗ്രേപ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്രേപ്സ് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം ഒരു നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് തുടച്ച് ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറ്റിയെടുക്കണം. വൈൻ പെട്ടെന്ന് കേടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല എന്ന് പറയുന്നത്. അതിനുശേഷം നല്ല വൃത്തിയുള്ള കൈകൾ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. വൈൻ റെഡിയാക്കി എടുക്കാൻ ഒരു ഗ്ലാസ് ജാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണിയാണ് ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രമോ സ്റ്റീൽ പാത്രമോ അലുമിനിയം പാത്രമോ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഭരണി വളരെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക, അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഇതിലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ ആദ്യം ഈ ക്രഷ് ചെയ്തിട്ടുള്ള ഗ്രേപ്സ് ഇട്ട് കൊടുക്കുക. വൈനിന് നല്ല വീര്യം കിട്ടാൻ വേണ്ടിയിട്ട് സൂചി ഗോതമ്പ് അല്ലെങ്കിൽ മുഴുവൻ ഗോതമ്പ് ഉപയോഗിക്കുന്നതാണ്. ഇനിയിപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാനിന്നിപ്പോൾ ഉപയോഗിക്കുന്ന പോലെ നുറുക്ക് ഗോതമ്പാണെങ്കിലും ചേർക്കാം. ഏതാണെങ്കിലും 1-1.25 ടേബിൾ സ്പൂൺ വേണം ചേർക്കാനായിട്ട്. അത് നന്നായിട്ട് കഴുകി നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം ചേർക്കുക. പട്ട 2-3 ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ 6-7 ഗ്രാമ്പും കൂടെ ചേർക്കാം. 1/2 കിലോ പഞ്ചസാരയാണ് 1/2 കിലോ ഗ്രേപ്സിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഏകദേശം 1-1.25 ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് നമ്മൾ മുഴുവനും ഒഴിക്കേണ്ട ആവശ്യം വരില്ല. ഈ ഗ്രേപ്സിന് മുകളിലായിട്ട് നിൽക്കുന്ന വരെ വേണം ഒഴിക്കാനായിട്ട്. ഒട്ടും തന്നെ നനവില്ലാത്ത നല്ലൊരു മരത്തവി ഉപയോഗിച്ച് ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് നന്നായിട്ട് മൂടി വയ്ക്കാം. ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കവർ ചെയ്തിട്ട് ഒരു ചെറിയൊരു ചിരടോ നാടയോ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിവെക്കാം. ഇതിൻ്റെ ഉള്ളിലോട്ട് ഉറുമ്പുകളോ അല്ലെങ്കിൽ മറ്റൊരു സാധനവും കയറി പോകാത്ത രീതിയിൽ നല്ല ഭദ്രമായിട്ട് കെട്ടിവെച്ച് ഇതിന് നല്ല ഇരുട്ടുള്ളൊരു സ്ഥലത്ത് വേണം ഫെർമെൻറ്റ് ചെയ്യാനാക്കി വെക്കാനായിട്ട്. ഞാൻ കബേർഡിലാണ് വെക്കാറുള്ളത്. നമ്മൾ റെഡ് വൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ 21 ദിവസവും ഡെയിലി ഒരേ സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒട്ടും തന്നെ നനവില്ലാത്ത മരത്തവ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇളക്കി കൊടുത്ത് വീണ്ടും കെട്ടിവെച്ച് സൂക്ഷിക്കാം. ഇതിപ്പം 21ാമത്തെ ദിവസം തുറക്കുന്ന വീഡിയോ ആണ്. ഡെയിലി ഇളക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. 21ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ നല്ല ഫെർമെൻ്റ് ആയി ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഗ്രേപ്സിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ ഊറ്റിയെടുക്കാം. നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കഴുകി ഉണക്കി എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ബോളും അതിൻ്റെ മുകളിൽ ഒരു അരിപ്പയും പിന്നെ ഏതെങ്കിലും നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ള കോട്ടൺ തോർത്തോ ചീസ് ക്ലോത്തോ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ വൈൻ ഇപ്പം തന്നെ സെർവ് ചെയ്യാം. പക്ഷേ വൈറ്റ് വൈൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിലും കുറേ കൂടി ക്ലിയർ ആവണമെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ദിവസം ഇത് മാറ്റി വയ്ക്കണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ച അതേ ഭരണിയിലോട്ട് വീണ്ടും നനവില്ലാത്തൊരു തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് ഞാൻ ഈ ഒരു വൈൻ തിരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഇതിനെ കെട്ടിവെച്ചത് അതുപോലെ കെട്ടിവെച്ച് ഇരുട്ടത്ത് 10 ദിവസം അനക്കാണ്ട് മാറ്റി വയ്ക്കണം. റെഡ് വൈൻ ആണെങ്കിൽ 3-4 ദിവസമാണ് ഇതുപോലെ ക്ലിയർ ആവാൻ വേണ്ടി മാറ്റി വെച്ചത്. പക്ഷെ വൈറ്റ് വൈൻ അങ്ങനെയല്ല, 10 ദിവസം മാറ്റി വെക്കണം. എങ്കിൽ മാത്രമാണ് ഇത് മാക്സിമം ക്ലിയർ ആയി കിട്ടുള്ളൂ. അതുപോലെ തന്നെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് ആ ഒരു ഒറിജിനൽ വൈറ്റ് വൈൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇന്ന് തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഈ വൈൻ ഒരു സ്വീറ്റ്നെസ് ആണ് ഫീൽ ചെയ്യുക. ഇതിപ്പം 10 ദിവസം അനക്കാണ്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ വൈൻ ബോട്ടിൽ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഒറിജിനൽ വൈറ്റ് വൈൻ്റെ അതേ ഫ്ലേവറാണ് ഈ 10 ദിവസം കഴിയുമ്പോൾ കിട്ടുക. ഒരുപാട് സ്വീറ്റ്നെസ് കാണില്ല, ചെറിയ സ്വീറ്റ്നെസ് ഉണ്ടാവും, അതേസമയം ചെറിയൊരു കയ്പും കാണും. നമ്മൾ ഉപയോഗിക്കുന്ന കുപ്പിയാണെങ്കിലും ഫണലാണെങ്കിലും നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതായിരിക്കണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഗ്രേപ്സ് സത്യം പറഞ്ഞാൽ നല്ല മധുരമുള്ള ഗ്രേപ്സ് ആയിരുന്നു. എന്നിട്ട് പോലും ഞാൻ 1/2 കിലോ ഗ്രേപ്സിന് 1/2 കിലോ പഞ്ചസാര തന്നെയാണ് ചേർത്തത്. എന്നിട്ടും ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് ആ ഒരു ആൽക്കഹോളിൻ്റെ ഫ്ലേവർ കൂടുതൽ, ഒരു ചെറിയൊരു ബിറ്റർനെസ് ആണ് വരുന്നത്. ഗ്രീൻ ഗ്രേപ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന വൈനായിരിക്കും ബ്ലാക്ക് ഗ്രേപ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന വൈനിലും കുറേ കൂടെ വീര്യം നമുക്ക് ഫീൽ ചെയ്യാം. വൈൻ ഏത് വൈനാണെങ്കിലും ഇരിക്കും തോറും ഇതിൻ്റെ മധുരത്തിൻ്റെ അളവും കുറഞ്ഞു വരും, നന്നായിട്ട് വീര്യം കൂടി വരും. വൈനിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള കുറച്ച് കലങ്ങിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട, അത് നമുക്ക് കളയാം.
നല്ല ക്ലിയർ ആയിട്ടുള്ള സ്പാർക്ലിംഗ് വൈറ്റ് വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം ഒരുപാട് ബബിൾസ് ഒക്കെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.